ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ഹാഫ് പേജ് അക്കാഡമി. ഓൾറെഡി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല സെഷൻസ് നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, ഇനി നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് നോക്കാം. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ, അതായത് മോഡിഫൈഡ് ടൂളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്ററാണ് നോക്കാൻ പോകുന്നത്. കോപ്പി, അതേപോലെ മൂവ്, അതേപോലെ റൊട്ടേറ്റ്. ഇത് മൂന്നുമാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കവർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ആദ്യം നമ്മൾ സർക്കിൾ വരയ്ക്കാം. അപ്പോൾ സർക്കിൾ വരയ്ക്കാൻ എല്ലാവർക്കും അറിയായിരിക്കും. ഇൻ കേസ് അറിയത്തില്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് അവൈലബിൾ ആണ്. സർക്കിളിൻ്റെ ഡീറ്റെയിൽ, അതേപോലെ റെക്റ്റാങ്കിളിൻ്റെ ഡീറ്റെയിൽ എല്ലാം നല്ലോണം അവൈലബിൾ ആണ്. അത് കാണുക. എന്നിട്ട് ഈ സെഷൻ കാണുമ്പോൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. അപ്പം ഇവിടെ ഞാൻ സർക്കിൾ ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ സ്പെസിഫൈ ചെയ്തു. എന്നിട്ട് ഞാനൊരു വാല്യൂ അടിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ 30 അടിച്ചു. 30 അടിച്ച് എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് 30യുടെ നമുക്ക് സർക്കിൾ നമുക്ക് കിട്ടും, 30 റേഡിയസിൻ്റെ. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇതിനെയാണ് കോപ്പി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ കോപ്പി ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഇതാണ് കോപ്പി ഓപ്ഷൻ പാനലിലുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ താഴെ കാണിക്കും. താഴെ ഇവിടെ കാണുന്നുണ്ട്, കണ്ടോ? എന്താ കാണിക്കുന്നത്? കോപ്പി സെലക്ട് ഒബ്ജക്റ്റ്. അപ്പോൾ ഏതാണോ ഒബ്ജക്റ്റ് അതിനെ സെലക്ട് ചെയ്യുക. അപ്പോൾ കോപ്പി അപ്ലൈ ആയി, പക്ഷേ നമ്മൾ ഏത് ഒബ്ജക്റ്റിനെ കോപ്പി ചെയ്യണം അതിനെ സെലക്ട് ചെയ്യാൻ പറയും. അപ്പോൾ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതുവരെ നമുക്കൊന്നും ഓർമ്മയുള്ളൂ, പക്ഷേ നമ്മളത് പറയുന്ന പോലെ അതേപോലെ ചെയ്യും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇപ്പം എഫക്റ്റായി, പക്ഷേ ആക്ടിവേറ്റ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എൻ്റർ പ്രസ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എൻ്ററും പ്രസ് ചെയ്തു. ഇനി എന്താ കാണിക്കുന്നത്? ഇവിടെ നമ്മൾ ഈ സർക്കിളിൻ്റെ ഇടയ്ക്കൊക്കെ പോകുമ്പോൾ ഒരു ഗ്രീൻ ബോക്സ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതെന്താണ് സംഭവം എന്ന് നമ്മൾ മനസ്സിലാവണമെങ്കിൽ താഴോട്ട് നോക്കിയാൽ മതി. എന്താ പറയുന്നത്? കോപ്പി കീ ആക്ടിവേറ്റ് ആണ്. സ്പെസിഫൈ ബേസ് പോയിൻറ്റ്. ഓക്കെ, ബേസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് അറിഞ്ഞുള്ളൂ എന്താ ബേസ് പോയിൻറ്റ്. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ സെൻറ്ററിൽ നിന്ന് തന്നെ എടുക്കുക. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താവുമെന്ന് വെച്ചാൽ ഈ സെൻറ്ററിൻ്റെ റെസ്പെക്റ്റിലാണ് ഈ സർക്കിളിനെ മൂവ് ചെയ്യുന്നത്. അതാണ് ബേസ് പോയിൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബേസ് പോയിൻ്റ് കുറച്ചുകൂടെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഓക്കെ, ഞാൻ എസ്കേപ്പ് പ്രസ് ചെയ്തു. ഇനി ഞാൻ റെക്റ്റാങ്കിൾ വരയ്ക്കുക. റെക്റ്റാങ്കിൾ ഞാനിവിടെ വരച്ചു. ഓക്കെ, ഇനി എനിക്ക് കോപ്പി ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ മോഡിഫൈ പാനലിൽ പോകാതെ തന്നെ ഞാൻ കോപ്പി ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? CO, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂളാണ് CO. ഓക്കെ, അപ്പോൾ CO എൻ്റർ ചെയ്തു. എന്നിട്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്തു. ഇപ്പോൾ പറയുന്നത് എന്താണ്? സ്പെസിഫൈ ബേസ് പോയിൻറ്റ്. അപ്പോൾ ഞാൻ സെൻറ്റർ പ്രസ് ചെയ്യുക. സെൻറ്ററിൽ ഇതിൻ്റെ സെൻറ്റർ റെസ്പെക്റ്റിൽ എടുത്തുകൊണ്ട് ഞാനിപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ സെൻറ്ററിൽ വയ്ക്കാൻ പോവുക. ഓക്കെ, റെക്റ്റാങ്കിൾ ഒരു കോർണർ സെൻറ്റർ വയ്ക്കുക. സെക്കൻഡ് കോർണർ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ എനിക്ക് മൂവ് ചെയ്യുമ്പോൾ ഓൺലി എന്താണ് എനിക്ക് ഈ 90 ഡിഗ്രി അല്ലെങ്കിൽ 4 ഡയറക്ഷനിൽ മാത്രമേ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ളൂ അല്ലേ? അപ്പം അതിനുവേണ്ടി നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഓൾറെഡി അറിയാം. ഇവിടെ ഓർത്തോ മോഡ് ആക്ടിവേറ്റ് ആണ്. അതെങ്ങനെ മനസ്സിലാവുന്നത് നമുക്ക് കാണാൻ പറ്റും, കേട്ടോ? ഓർത്തോ മോഡ് ഓൺ ആണ്. അതുകൊണ്ടാണ് നമുക്ക് ബാക്കിയുള്ള ഡയറക്ഷനിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ബാക്കി ആംഗിളിൽ നമുക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഷോർട്ട് കീ എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതേപോലെ നമ്മുടെ ഷോർട്ട് കീ നമ്മൾ പ്രസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. ഓക്കെ, ഇത് അറിയത്തില്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ സെഷൻ അവൈലബിൾ ആണ്, അത് കാണുക. ഓക്കെ, അപ്പോൾ നമ്മൾ F8 പ്രസ് ചെയ്യും. F8 ആണ് നമ്മുടെ ഓർത്തോനെ ഓഫ് ചെയ്യുന്ന ഷോർട്ട് കീ. അത് പ്രസ് ചെയ്തിട്ട് ഞാൻ അഗെയിൻ ബേസ് സെലക്ട് ചെയ്തിട്ട് ബേസ് പോയിൻറ്റ് സെലക്ട് ചെയ്ത് ബേസ് പോയിൻ്റ് ഹെൽപ്പിലൂടെയാണ് ഞാൻ ഈ സംഭവം ചെയ്തത്. ഓക്കെ, അപ്പം കോർണർ, എല്ലാത്തിൻ്റെയും കോർണർ, റെക്റ്റാങ്കിളിൻ്റെ കോർണറിൽ ഞാൻ എന്ത് ചെയ്തു? സർക്കിളിനെ കൊണ്ട് വെച്ചേക്കുവാണ്. ഓക്കെ, ഇനി ഞാൻ വേറൊരു പാരാമീറ്റർ കാണിച്ചിട്ട് അഗെയിൻ ഞാൻ CO ചെയ്തു. എൻ്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു. എൻ്റർ, ബേസ് പോയിൻ്റ് എന്ന് പറയും. ഇപ്പോൾ ഞാൻ ബേസ് പോയിൻ്റ് ഞാനിപ്പോൾ ചുമ്മാ റാൻഡമായിട്ട് ഒരു ഇത് എടുക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ പോയിൻ്റ് എടുക്കുക. ഈ പോയിൻ്റ് എടുക്കുമ്പോൾ നിങ്ങൾ കണ്ടു കാണും. നമുക്ക് എന്താണെന്ന് വെച്ചാൽ നമുക്ക് പ്രോപ്പറായിട്ട് ബേസ് ഇപ്പോൾ സെൻറ്ററിലൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ എപ്പോഴും സർക്കിളിൻ്റെ സെൻറ്റർ എടുത്തിട്ട് വേണം നമ്മൾ, അല്ലെങ്കിൽ ബേസ് പോയിൻറ്റ് സെൻറ്റർ ആക്കിയിട്ട് മാത്രമേ നമ്മൾ കോപ്പി ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ ആയിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ നമുക്കൊരു പോയിൻ്റ് മാത്രമാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പം എനിക്കിപ്പം ഇതിൻ്റെ റെസ്പെക്റ്റിൽ ജോയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? അതിൻ്റെ ഈ ബേസ് പോയിൻ്റ് റെസ്പെക്റ്റ് എടുത്തതിൻ്റെ വെച്ചിട്ട് മാത്രം വരയ്ക്കുക. അങ്ങനെ വരച്ചപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ഒരു പാരാമീറ്റർ എനിക്ക് കിട്ടി. ഓക്കെ, അപ്പം അത് വെച്ച് നമുക്ക് അങ്ങനെയും വരയ്ക്കാൻ പറ്റും. ബേസ് പോയിൻ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് പോയിൻ്റ് വേണം സെലക്ട് ചെയ്യാം, പക്ഷേ ഡ്രോയിങ് അനുസരിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മുടെ ഡ്രോയിങ് എന്താണോ അത് ഔട്ട്പുട്ട് എന്താണോ വരേണ്ടത് അത് വെച്ചാണ് വേണ്ടത്. ഇപ്പോൾ ഇതൊരു ഇറഗുലർ ആയിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ബേസ് പോയിൻറ്റ് സെൻറ്റർ എടുത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള നമുക്ക് ഒരു ഡയഗ്രാം വരയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഓക്കെ, സെലക്ട് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്താ ചെയ്യുക? ഇതിനെ അഗെയിൻ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? നമ്മുടെ സെലക്ഷൻ എടുക്കുക. നമുക്ക് ഓൾറെഡി അറിയാം സെലക്ഷൻസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, അത് ചെയ്തു. എന്നിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്? CO പ്രസ് ചെയ്യുക. ഓക്കെ, CO പ്രസ് ചെയ്ത് എൻ്റർ ചെയ്തു. ഇപ്പോഴെന്താണ്? അഗെയിൻ
ഇതിൻ്റെ എല്ലാം ഒരു ബേസ് പോയിൻ്റായി മാറി. മനസ്സിലായി? അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് പോയിന്റ് ഞാൻ സെലക്ട് ചെയ്ത് ഫോർ എക്സാമ്പിൾ ഇതിൻ്റെ സെൻറ്ററിൽ എടുക്കുക. സെൻറ്ററിൻ്റെ എടുക്കുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റിൽ എനിക്ക് ഈ ഫുൾ പാരാമീറ്ററിനെ അതേപോലെ പാരാമീറ്ററിനെ എനിക്ക് അതേപോലെ എടുത്ത് വെക്കാൻ പറ്റും. അതാണ് നമ്മുടെ ബേസ് പോയിൻ്റ് ഒരു പ്രത്യേകത. മനസ്സിലായി? അതാണ് കോപ്പി പാരാമീറ്ററിൻ്റെ ഒരു യൂസും. ഓക്കെ, അപ്പം ഇവിടെ സെൻറ്ററിനെ എടുത്തുകൊണ്ടാണ് ഞാൻ പ്ലേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ CO അല്ലെങ്കിൽ കോപ്പി എന്ന മോഡിഫൈ ടൂളാണ് യൂസ് ചെയ്ത് ഞാൻ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന കാര്യമാണ് നമ്മുടെ കോപ്പി എന്ന ടൂൾ. ഓക്കെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഓക്കെ, അതാണ് മെയിനായിട്ട്. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമ്മൾ ബേസ് പോയിൻ്റ് ആദ്യം പഠിക്കുമ്പോൾ നമുക്ക് ബേസ് പോയിൻ്റ് എന്നാണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ അതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഒരു ലൈനിലും കൂടെ കാണിച്ചു തരാം. ലൈനിൽ സ്ട്രെയിറ്റ് ആക്കാൻ F8 പ്രസ് ചെയ്തു. എന്നിട്ട് ഈ സർക്കിളിനെ കോപ്പി ചെയ്യാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യുന്നത്, CO എൻ്റർ, ബേസ് പോയിൻറ്റ് സെൻറ്റർ പ്രസ് ചെയ്തു. F8 ഓൺ ആണ്, അതുകൊണ്ട് മൂവ് ആവുന്നത്. എന്നിട്ട് ഞാൻ ഇവിടെ വെച്ചു. എന്നിട്ട് അഗെയിൻ ഇവിടെ വെച്ചു. കണ്ടോ? അപ്പോൾ സർക്കിളിൻ്റെ നമുക്ക് ബേസ് പോയിൻറ്റ് സെൻറ്റർ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ബേസ് പോയിൻ്റ് റെസ്പെക്റ്റിൽ കറക്റ്റ് ഈ ലൈനിൻ്റെ കറക്റ്റ് സർക്കിളിൻ്റെ സെൻറ്റർ നമുക്ക് ഇതിൻ്റെ ലൈനിൻ്റെ എൻഡിൽ വരാൻ ഭാഗത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് ബേസ് പോയിൻ്റ് നമ്മൾ എടുക്കുമ്പോൾ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട പാരാമീറ്റർ കോപ്പി നമ്മൾ ചെയ്യുമ്പോൾ. ബേസ് പോയിൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് കോപ്പി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അതിൻ്റെ ഷോർട്ട് കീ ആണ് CO. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് നമ്മുടെ മൂവ് കമാൻഡ് നോക്കാം. ഓക്കെ, മൂവ് കമാൻഡ് എന്താണ്? നമ്മുടെ ഒരു പാരാമീറ്റർ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് ഇതിനെ എടുത്തുകൊണ്ട് നമുക്ക് വേറെ എവിടെയെങ്കിലും വെക്കണമെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് എടുത്ത് വെക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ചെയ്യാൻ നമുക്ക് എന്താണ്, അടിക്കണം. ആണ് ഇതിൻ്റെ ഷോർട്ട് കീ. ഓക്കെ, അതിന് മുന്നേ ഒരു കാര്യം കൂടെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ഈ സർക്കിളിനെ കോപ്പി ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനെ CO എൻ്റർ അടിച്ചു. ഇതിനെ സെലക്ട് ചെയ്തു. ഓക്കെ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു. ഇവിടെ ഒരു പാരാമീറ്റർ കൂടെ ഉണ്ട്, ഡിസ്പ്ലേസ്മെൻറ്റ് മോഡ്. ഓക്കെ, ഡിസ്പ്ലേസ്മെൻറ്റ് ഡിസ്റ്റൻസ് ആണ്. മോഡിൻ്റെ ഷോർട്ട് കീ ആണ് O. അപ്പോൾ ഞാൻ O അടിക്കുക. അപ്പോൾ എന്താണ് മോഡെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, O അടിച്ചു, എൻ്റർ അടിച്ചു. എന്നിട്ട് ഇപ്പോൾ കണ്ടോ, ഇത് നമുക്ക് രണ്ട് പാരാമീറ്റർ, ഒന്ന് സിംഗിൾ, ഒന്ന് മൾട്ടിപ്പിൾ. അപ്പോൾ ഞാൻ സിംഗിളിൽ ക്ലിക്ക് ചെയ്യുക. സിംഗിൾ ക്ലിക്ക് ചെയ്തിട്ട് ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്യാൻ പറയുകയാണ് താഴെ. അപ്പോൾ ഞാൻ സിംഗിൾ സെലക്ട് ചെയ്ത് ഇങ്ങനെ സിംഗിൾ ക്ലിക്ക് ചെയ്ത് എടുത്ത ഉടനെ കണ്ടോ, എനിക്ക് പിന്നെ സർക്കിൾ വരയ്ക്കാൻ പറ്റുന്നില്ല. ബിക്കോസ് ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു സിംഗിൾ മാത്രമേ വരയ്ക്കാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തത്. ഇൻ കേസ് അഗെയിൻ ഞാൻ എൻ്റർ അടിച്ചു, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ അടിച്ചു, മോഡിൻ്റെ O അടിച്ചു, O എൻ്റർ. എന്നിട്ട് മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യും. മൾട്ടിപ്പിൾ സെലക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് ഞാൻ ബേസ് പോയിൻ്റ് കൂടെ സെലക്ട് ചെയ്യുകയാണ്. സെൻറ്റർ ബേസ് പോയിൻ്റ് എടുക്കുക. ഓക്കെ, മൾട്ടിപ്പിൾ ആകുമ്പോൾ ഒന്നിലധികം എനിക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഡിഫറൻസ് വരുന്നത് നമ്മുടെ കോപ്പിയിൽ. അപ്പോൾ സിംഗിളും അതേപോലെ നമുക്ക് മൾട്ടി മോഡും, നമ്മളിപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് കോപ്പി ചെയ്യുമ്പോൾ മൾട്ടി മോഡാണ് ബൈ ഡിഫോൾട്ടായിട്ട് ആക്ടിവേറ്റ് ആവുന്നത്. അത് നമുക്ക് സിംഗിളാക്കിയും നമുക്ക് വെക്കാൻ പറ്റും. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കോപ്പിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാരാമീറ്റർ. നെക്സ്റ്റ് നമുക്ക് മൂവ് നോക്കാം. മൂവിൽ നമ്മുടെ ഷോർട്ട് കീ പറയുന്നത് ആണ് നമ്മുടെ ഷോർട്ട് കീ. ഓക്കെ, അപ്പോൾ എൻ്റർ ചെയ്തു. അതേപോലെ തന്നെ നമ്മൾ കോപ്പി ചെയ്ത് അതേ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ എനിക്ക് മൂവ് ചെയ്ത് കുറച്ചുകൂടെ അകത്തോട്ട് വയ്ക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ ക്ലിക്ക് ചെയ്തു, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യും. ഇത് ഞാൻ ബേസ് പോയിൻ്റ് എടുത്തു, കുറച്ചുകൂടെ അകത്തോട്ട് വെച്ചു. മനസ്സിലായി? അപ്പോൾ സെൻറ്ററിൻ്റെ റെസ്പെക്റ്റിൽ ഇങ്ങനെ വെച്ചു. അതേപോലെ ഞാൻ ഇതിനെയും കൂടെ അകത്തോട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, എൻ്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ, ഇതിൻ്റെ ബേസ് പോയിൻ്റ് സെൻറ്റർ സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഈസി ആയിട്ട് എനിക്ക് മൂവ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഒരുമിച്ച് മൂവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഫോർ എക്സാമ്പിൾ ഇതിനെല്ലാത്തിനും മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇതിനെ സെലക്ട് ചെയ്തു, എൻ്റർ, ഞാനിതിൻ്റെ സെൻറ്റർ ആയിട്ടെടുത്തു. എന്നിട്ട് ഇതിനെ എല്ലാത്തിനും ഒരുമിച്ച് എനിക്ക് മൂവ് ചെയ്യാൻ പറ്റും. മൂവ് ചെയ്യണമെങ്കിൽ അങ്ങനെ നമുക്ക് മൂവ് ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഷോർട്ട് കീ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർക്കേണ്ടത്. എൻ്റർ ആണ് ഷോർട്ട് കീ, മൂവ് ചെയ്യേണ്ട പാരാമീറ്റർ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ സർക്കിളിൻ്റെയും ചെയ്തു, അതേപോലെ നമുക്ക് റെക്റ്റാങ്കിളിൻ്റെയും നമുക്ക് അതേപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ മൂവ്, അതേപോലെ കോപ്പി. ഇനി നമുക്ക് നെക്സ്റ്റ് റൊട്ടേഷൻ നമുക്ക് റെക്റ്റാങ്കിളിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ റൊട്ടേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എന്താണെന്ന്. ഓക്കെ, ഞാൻ റെക്റ്റാങ്കിളിൻ്റെ സെഷൻ ഓൾറെഡി എടുത്തിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അത് കണ്ടിട്ട് വരിക. ഓക്കെ, അപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ നമ്മൾ ആദ്യം ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇതിനെ റൊട്ടേറ്റ് ചെയ്യണം. ഓക്കെ, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഷോർട്ട് കീസാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. എപ്പോഴും ഓട്ടോക്യാഡിൽ നമ്മൾ ഷോർട്ട് കീ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടൈം ചെയ്ത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഓക്കെ, RO ചെയ്തു, ടൈപ്പ് ചെയ്തു, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്തു. എന്നിട്ടിപ്പം അഗെയിൻ സെയിം പ്രോസസ്സാണ്, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ഒബ്ജക്റ്റ് എന്ന ഓപ്ഷൻ വന്നു, സെലക്ട് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ എൻ്റർ പ്രസ് ചെയ്തു.
എൻ്റർ പ്രസ് ചെയ്യുമ്പോൾ അഗെയിൻ നമ്മൾ കോപ്പി ആയാലും അതേപോലെ മൂവ് ആയാലും ബേസ് പോയിൻറ്റ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ബേസ് പോയിൻറ്റ് എന്നാൽ നമുക്ക് അറിയാമെങ്കിൽ ഞാനിപ്പം ഇതിൻ്റെ ഇവിടെ ബേസ് പോയിൻറ്റ് സൈഡ് ബേസ് പോയിൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക, സെൻറ്റർ അല്ലാതെ സൈഡ് ബേസ് പോയിൻ്റ് ആയിട്ട് സെലക്ട് ചെയ്യുക. അപ്പോൾ സൈഡ് ബേസ് പോയിൻ്റ് സെലക്ട് ചെയ്യുമ്പോൾ എനിക്കിപ്പോൾ ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ മാനുവലായിട്ട് എനിക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും, മനസ്സിലായി, എനിക്ക് ഇത്ര റൊട്ടേറ്റ് ആണെങ്കിൽ മാനുവലായിട്ട് വെക്കാൻ പറ്റും. പിന്നെ നമുക്ക് ആംഗിൾ വേണമെങ്കിൽ നമുക്ക് നോക്കാൻ പറ്റും. എനിക്ക് പക്ഷേ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള എനിക്ക് റൊട്ടേഷൻ കൊടുക്കണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്, RO എൻ്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ, ബേസ് പോയിൻ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഈ ഒരു ആംഗിൾ, അപ്പോൾ എനിക്കിപ്പോൾ ആംഗിൾ വേണ്ടത് 45 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ 45 ഡിഗ്രി കൊടുത്തു, എൻ്റർ. അപ്പോൾ ഓക്കെ, ഇത് 45 ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്, L എൻ്റർ, ഇവിടെ ലൈൻ വരച്ച് നമ്മൾ സ്ട്രെയിറ്റ് വരയ്ക്കാൻ വേണ്ടി F8 പ്രസ് ചെയ്തു. അപ്പോൾ F8ൽ നമുക്ക് ലൈൻ സ്ട്രെയിറ്റ് ആയി. ഇനി നമുക്ക് ആംഗുലർ മെഷർമെൻറ്റ് ചെയ്യണം. ഓക്കെ, ആംഗുലർ ഡയമെൻഷൻ്റെയും നമുക്ക് ഷോർട്ട് കീസും എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നമ്മൾ സെലക്ട് ചെയ്തു, ഈ പാരാമീറ്റർ സെലക്ട് ചെയ്തു. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ആംഗിൾ എത്രയാണ്, 45 ഡിഗ്രി ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ വളരെ ഷോർട്ടായിട്ടും കൂടെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഒന്നുകൂടെ റെക്റ്റാങ്കിൾ എടുക്കുക, REC ഷോർട്ട് കീ, റെക്റ്റാങ്കിൾ വരച്ചു, RO എൻ്റർ, ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തു, എൻ്റർ, ഇവിടെ സെലക്ട് ചെയ്തു, ബേസ് പോയിൻറ്റ് സെലക്ട് ചെയ്തു. ഇനി ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് റിഫറൻസ് ആണ്. ഫോർ എക്സാമ്പിൾ ഞാൻ ആംഗിൾ 60 ഡിഗ്രി കൊടുത്തു, 60 എൻ്റർ. ഇത് 60 ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി L എൻ്റർ, ഇവിടെ ജോയിൻ ചെയ്തു. ഇനി ആംഗിൾ പ്രസ് ചെയ്തു, ഈ രണ്ട് ആംഗിളിനെ ഞാൻ ഇവിടെ വരച്ചിട്ട് ഇങ്ങനെ വരച്ചു. അപ്പോൾ 60 ഡിഗ്രിയാണ് നമ്മുടെ ആംഗിൾ ഓഫ് റൊട്ടേഷൻ, അല്ലെങ്കിൽ നമ്മൾ 60 ഡിഗ്രിയിൽ നമുക്ക് റൊട്ടേഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഏത് ഡിഗ്രിയിലാണെങ്കിലും റെക്റ്റാങ്കിളിനെ അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ട പാരാമീറ്ററാണ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് ഇങ്ങനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് മനസ്സിലായി. ഓക്കെ, അഗെയിൻ ഞാൻ ഒരു പാരാമീറ്റർ കാണിച്ചു തരാം. ഇപ്പോൾ റെക്റ്റാങ്കിൾ ഞാൻ എടുത്തു, RO എൻ്റർ, ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്തു, സെയിം പ്രോസസ്സാണ്, എൻ്റർ, ബേസ് പോയിൻറ്റ് സെലക്ട് ചെയ്യാൻ പറഞ്ഞു, ഞാൻ ബേസ് പോയിൻറ്റ് ഇതിന് സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു കോപ്പി എന്ന ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ കോപ്പി ചെയ്യുമ്പോൾ എന്താവുന്നത് നമുക്ക് നോക്കാം. കോപ്പിയിൽ പ്രസ് ചെയ്തു. ഇനി ഞാൻ ആംഗിൾ കൊടുക്കുന്നത് 90 ഡിഗ്രിയാണ്. ഓക്കെ, 90 ഡിഗ്രി കൊടുത്തു. ഇപ്പോഴെന്താണായത്, നമ്മുടെ ഈ സംഭവം, അതായത് നമ്മൾ ആദ്യം വരച്ച റെക്റ്റാങ്കിൾ മൂവ് ആവാതെ അതിൻ്റെ കോപ്പി എടുത്തിട്ടാണ് 90 ഡിഗ്രിയിൽ വരച്ചേക്കുന്നത്. അപ്പം ഇങ്ങനെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ആണെങ്കിൽ നമ്മൾ എന്താണ് ചെയ്തത്, എന്താണ് നമ്മുടെ റെക്റ്റാങ്കിൾ, അതിനെയാണ് നമ്മൾ റൊട്ടേറ്റ് 60 ഡിഗ്രി ആംഗിളിൽ റൊട്ടേറ്റ് ചെയ്തത്. ഇവിടെ എന്താണ് ചെയ്തത്, നമ്മുടെ ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യാതെ, ഇത് അതേപോലെ ഇരിപ്പുണ്ട്, ഇതിനെ റിഫ്ലക്റ്റ് ചെയ്യാതെ നമ്മൾ അതിൻ്റെ കോപ്പി എടുത്തിട്ടാണ് 90 ഡിഗ്രിയിൽ പ്ലേസ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ കോപ്പി, അതേപോലെ മൂവ്, അതേപോലെ റൊട്ടേറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്ലാസ്. ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഈ സെഷൻ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായാൽ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, അതേപോലെ മാക്സിമം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് എ ലോട്ട്.